ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ GD 2026 എക്സാമിന്റെ സിറ്റി ഇൻറ്റിമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി ഒരു 1 വീക്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ GDക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs, മാത്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓൾറെഡി എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്, റിവിഷനിലായിരിക്കും അല്ലേ? റിവിഷനിലാണല്ലോ. ഓക്കെ, സോ ആ റിവിഷന്റെ കൂട്ടത്തിൽ നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ട ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കി പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when 12, 15, 18, 20 and 25 divided the least number x, the remainder in each case was 5, but x was divisible by 7. What is the value of x? സോ ഇത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന അല്ലെങ്കിൽ HCF ആൻഡ് LCMനകത്തും കൂടെ ചേർന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യാം? 12, 15, 18, 20, 25 ഈ നമ്പർ ഡിവൈഡഡ് ദ ലീസ്റ്റ് നമ്പർ, ഏതോ ഒരു വലിയ നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ഈ പറഞ്ഞ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും റിമൈൻഡർ 5 ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ആ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 7 ആണ്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ തീരുവായിരുന്നു എങ്കിൽ, എവിടെ വെച്ചിട്ടാണ്? ഇൻ ഈച്ച് കേസ് ദ റിമൈൻഡർ വാസ് 5. ഇവിടെ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ തീരുവാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 12, 15, 18, 20, 25 എൽസിയം കണ്ടുപിടിക്കും അല്ലേ? ആ എൽസിയമിന്റെ കൂടെ 5 ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഉത്തരം. ബട്ട് ഇവിടെ നമുക്കൊരു കണ്ടീഷനും കൂടി ചോദിച്ചിട്ടുണ്ട്. ദ നമ്പർ വാസ് ഡിവിസിബിൾ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൂടി ആയിരിക്കണം അത്. സോ ഇതിന് നമ്മൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ നിന്നും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അങ്ങ് എടുത്താൽ മതി. നോക്കിക്കേ, 30, 65 7 കൊണ്ട് ഡിവിസിബിൾ ആണോ? 28, 26, 55 വരത്തില്ല. ഇത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ 36, 05 എന്ന് പറയുമ്പോൾ 36 5 പ്രാവശ്യം അല്ലേ? റിമൈൻഡർ 1 ഒരു പ്രാവശ്യം, റിമൈൻഡർ 3, 35. സോ ഇത് ഡിവിസിബിൾ ആണ്. ദെൻ 35, 06 പറ്റത്തില്ലല്ലോ. 35, 60 വരും. 35 വരും 0, 6, 60 വരത്തില്ല. സോ അതും വരത്തില്ല. സോ ഇതിന്റെ ഉത്തരം എന്ത് വരും? 36, 05 ആയിരിക്കും ഇതിന്റെ ഉത്തരം വരിക. സോ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ വെച്ച് നിൽക്കുവാണെങ്കിൽ അത് കുറച്ച് ചെയ്യാനുണ്ട്. ബട്ട് നമുക്കൊരു കണ്ടീഷൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. ഓക്കെ, ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ആ നമ്പർ എക്സ് ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഓപ്ഷനിൽ നിന്നും പിക്ക് ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. X varies inversely to the square of y. Given that y equal to 5 when x equal to 6, find the value of x when y equal to 4. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എക്സ് വേരി ചെയ്യുന്നത് ഇൻവേഴ്സ്ലി ടു ദ സ്ക്വയർ ഓഫ് y എന്നാണ്. അതായത് എക്സ് വേരി ചെയ്യുന്നത് ഇൻവേഴ്സ്ലി ടു ദ സ്ക്വയർ ഓഫ് y എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരും, ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ വരണം. സോ 2 വാല്യൂസ് ഉണ്ടല്ലേ? സോ നമുക്കത് എങ്ങനെ എഴുതാം? x1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/y1 സ്ക്വയറും x2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/y2 സ്ക്വയറും ആണ്. ഓക്കെ, ഇത് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? x1/x2 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? y2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ y1 സ്ക്വയർ. ഓക്കെ, ഈ വാല്യൂസ് അതായത് ഡിനോമിനേറ്ററിലുള്ളത് മുകളിൽ പോകുമല്ലോ, 1/l നമ്മൾ എടുക്കുന്നത്. സോ നോക്കിക്കേ, x1ന്റെ വാല്യൂ, ഫസ്റ്റ് x1ന്റെ വാല്യൂ എന്താ? 6 ആയിരുന്നു. x2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ y2, സെക്കൻഡ് y2 എന്താ? 4ന്റെ സ്ക്വയർ ആണ്. സോ 4 × 4. y1ന്റെ വാല്യൂ എന്താടാ? 5 ആയിരുന്നു. 5 × 5. ഓക്കെ ആണോ? സോ x2ന്റെ വാല്യൂ എന്ത് കിട്ടും? ഈ 4ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2ഉം 3ഉം വരും. സോ x2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 × 5, 25 × 3 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. അതായത് 75 ഡിവൈഡഡ് ബൈ 8. 75 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 72 അല്ലേ? 9 പ്രാവശ്യം, ശിഷ്ടം 3, 30 ആകുമ്പോഴത്തേക്കും 3 പ്രാവശ്യം. സോ 9.3 സംതിങ് ആണ് വരുന്നത്. ഓപ്ഷൻ നോക്കിക്കേ, 9.1, 9.3, 9.8,
9.9. അപ്പോൾ ഏതായിരിക്കും? 9.3 ആയിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ ഓപ്ഷനിൽ 9.3 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒരു ഡിജിറ്റും കൂടി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സ് ഡയറക്ട്ലി ആണെങ്കിൽ നമ്മൾ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതുന്നത്. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1/y സ്ക്വയർ എഴുതുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A number is first increased by 30% and then decreased by 30%. What is the net percentage change? എന്താണ്? ഒരു നമ്പർ ആദ്യം 30% എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? 30% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ ഇക്വേഷൻ? ഇത് രണ്ട് സക്സസീവ് ഇൻക്രീസോ ഡിക്രീസോ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ പഠിച്ചേ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആണോ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇവിടെ 30% ഇൻക്രീസ് ആണ്, സോ 30%. ദെൻ 30% ഡിക്രീസ് ആണ്, സോ -30%. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമല്ലേ? ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസ് ഇടണം, ഡിക്രീസ് ആകുമ്പോൾ മൈനസ് ഇടണം. ദെൻ നെറ്റ് എന്ന് പറയുമ്പോൾ 30 × -30 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ 30 - 30 കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ദെൻ ഈ 0 2 ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? സോ 3 × 3 എന്ത് വരും? -9%. മൈനസിന്റെ അർത്ഥം എന്താണ്? ഡിക്രീസ് എന്നാണ് അല്ലേ? സോ 9% ഡിക്രീസ് ആയിരിക്കും എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഈ സെയിം നമ്പർ ആണെങ്കിലേ, ഒരേ നമ്പർ തന്നെയാണ് ഇൻക്രീസും ഡിക്രീസും ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. നമ്മുടെ ഇക്വേഷനകത്ത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോയിട്ട് 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 ഡിവൈഡ് ബൈ 100 എന്താണ്? 9 ആയിരിക്കും വരുന്നത്. സോ ഈ സെയിം നമ്പർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡ് 0 മാറ്റി ചെയ്യുന്നതായിരിക്കും ഉത്തരം. ശരിയല്ലേ? ഇവിടെ മാത്രമല്ലേ വരത്തുള്ളൂ, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവില്ലേ? സോ അത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ. സ്പീഡ് ഉണ്ടോ? സ്പീഡ് കുഴപ്പമില്ലല്ലോ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടി, ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ദെൻ a man mark up his good by 50%, but he gives 920 gram instead of 1 kg to his customer. Find his profit percentage. എന്താണ്? ഒരാള് അയാളുടെ വാല്യൂ, അതായത് ഗുഡ്സിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് 15% കൂട്ടുന്നു. ഇപ്പൊ നിലവിൽ 100 ആണെങ്കിൽ ആ വാല്യൂ എന്താക്കുന്നു? 115 ആക്കുന്നു. ആൻഡ് ഓൾസോ 115 ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു ലാഭമുണ്ട് അല്ലേ? 100 രൂപയ്ക്ക് മേടിച്ച സാധനം അയാൾ എന്ത് ചെയ്യുക? 15 രൂപ കൂട്ടി വിൽക്കുന്നു, അതായത് 115 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കൂടാതെ എന്താ ചെയ്യുന്നേ? 920 gram ആണ് അയാൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നുള്ളൂ. 1000ന് പകരം അവിടെ അയാൾ എന്ത് ചെയ്യുന്നു? അവിടെ അയാൾ ഇസ്കുവാണ് അല്ലേ? 920 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൊടുക്കുന്നുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അയാൾക്ക് ടോട്ടൽ എന്തായാലും ഒരു പ്രോഫിറ്റ് കാണും. ആ പ്രോഫിറ്റ് ആണ്. സോ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 50% എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 3/20 ആണ് അല്ലേ? 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. സോ 20 ആണെങ്കിൽ അത് എന്താകുന്നു? 23 ആಗಿ മാറുന്നു അല്ലേ? 20 ആണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? 23 ആയിട്ട് മാറുന്നു. ദെൻ 900 gram അല്ലെങ്കിൽ 920 gram ആണ് കൊടുക്കുന്നത്. എന്തിനു പകരമാണ്? 1000 ഗ്രാമിന് പകരം. സോ അതും കൂടെ നമ്മളിവിടെ എഴുതണം. 920 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ ഔട്ട് ഓഫ് 1000. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഷ്യോ എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? റേഷ്യോ എടുത്തിട്ട് ചെയ്താൽ മതി. നോക്കിക്കേ, ഈ 0 ക്യാൻസൽ ചെയ്ത് പോകും, ഈ 0 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ശരിയാണല്ലോ? ദെൻ 23ഉം 92ഉം 23 × 4 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 12 92 അല്ലേ? സോ 23ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 4 വരും. ഓക്കെ ആണല്ലോ? ഈ 2ഉം ഈ 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരും. സോ നമുക്ക് എന്ത് കിട്ടും? 4:5 എന്നാണ് നെറ്റ് റേഷ്യോ കിട്ടുക. 4:5 എന്ന് പറഞ്ഞാൽ 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു, അതാണ് നെറ്റ് ഇഫക്റ്റ്. സോ 4 രൂപയുടെ ഒരു ഐറ്റം 5 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാ പ്രോഫിറ്റ്? 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ എവിടെ പ്രോഫിറ്റ് വരിക? ബൈ 4 ഇൻറ്റു എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 100 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 100/4
25% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജി ഡിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ചോദിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് ഞാനത് ലാസ്റ്റ് പറയാം. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും കൂടെ ചേർന്നിട്ട്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുമ്പോൾ മോക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, LCM of 51, 18, 432 and 144. എന്താണ് ഈ നമ്പറിന്റെ LCM കണ്ടുപിടിക്കാൻ? നോർമലി നമ്മൾ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 51, 18, 432, 144. ഇതിനെന്ത് ചെയ്യും? ഈ മെത്തേഡിൽ, അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. എങ്ങനെയാ? 51 എന്ന് പറഞ്ഞാൽ 17 × 3, അതിൽ നിന്ന് ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ജി ഡിക്ക് സമയമുണ്ട്, ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, കാണും. നമുക്ക് എന്തായാലും 20 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ഇപ്പോൾ ടൈം എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് 51, 18, 432, 144 നമ്മുടെ നമ്പേഴ്സ്. ഈ 51ഉം 18ഉം അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? 51 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സോ LCM ആയിട്ട് കിട്ടുന്ന നമ്പർ എന്തായിരിക്കണം? 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ, ഇല്ലേ? അത് അങ്ങനെയല്ലേ വരൂ. കാരണം ഇപ്പൊ 6, 9, 12, 6, 9, 12 ആകുമ്പോഴത്തേക്കും 6നെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ 6, 9, 12നെ LCM ആയിട്ട് കിട്ടുന്ന നമ്പറിനെ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 3ന്റെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് വരണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സം എടുക്കുമ്പോൾ 3ഓ 3ന്റെ മൾട്ടിപ്പിൾസോ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ 7, 3, 10, 10, 14, 18 ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, 7, 7, 14, 14, 6, 20, 20, 2, 22 ഇത് വരത്തില്ലല്ലോ, വരില്ല. 7, 3, 10, 12 ഇത് വരാം. ദെൻ 9, 2, 11, 11, 7, 18, 18, 4, 22 അതും വരത്തില്ല. സോ ഒരു 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. 73, 44, 73, 20. നോക്കിക്കേ, 51, 18. 18 എന്ന് പറഞ്ഞാൽ 9 × 2 അല്ലേ. 9ന്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സം എടുക്കുമ്പോൾ 9ഓ 9ന്റെ ഫാക്ടേഴ്സോ കിട്ടണം ആണോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 7, 3, 10, 10, 4, 14, 18 ഇതെന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, 7, 3, 10, 10, 2, 12 ആണ്. അതെന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് ഉത്തരം എന്ത് വരും? 7, 3, 4, 4 ആയിരിക്കും ഉത്തരം വരിക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കാണും, പക്ഷെ ആ പഠിച്ച കാര്യങ്ങളിനകത്ത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വക മെത്തേഡ്സും കൂടി പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ നിൽക്കണമെങ്കിൽ കുറേ സ്റ്റെപ്പ് വരും. പിന്നെ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരു tedious പ്രോസസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഓപ്ഷൻ നിന്ന് എടുക്കുന്നത്. എന്തുകൊണ്ടും മിക്ക ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് റേഡിയസ് 7 cm ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25 cm. മെൻസുറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ജി ഡിക്കാർക്ക് വരിക കേട്ടോ. അതിനകത്തൊന്നും ക്രൂക്കഡായിട്ട് ചോദിക്കത്തില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നോക്കിക്കേ, കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക? ഇക്വേഷൻ അറിയാമല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr² ബേസ് ഏരിയ പ്ലസ് CSA അല്ലേ, കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് πr എടുക്കുവാണെങ്കിൽ r + l എന്ന് വരും. സോ ഇതാണ് എന്ത്, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. സോ പൈയുടെ വാല്യൂ 22/7, റേഡിയസ് എത്രയാണ്? 7 എന്ന് തന്നിട്ടുണ്ട്. ദെൻ 7 പ്ലസ് എല്ലിൻ്റെ വാല്യൂ എത്ര? സ്ലാൻഡ് ഹൈറ്റ് ആണ് 25. ഓക്കെ ആണല്ലോ. ഈ 7 കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. 22 × 25ഉം 7ഉം 25ഉം 7ഉം എത്രയാണ്? 32 ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ 11 × 2 × 32 എന്ന് എടുക്കാം ആണല്ലോ. ദെൻ 32ന്റെ ഇരട്ടി എത്ര? 64 അല്ലേ. 64, 64. 11 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? 2 പ്രാവശ്യം എന്ത് ചെയ്താൽ മതി?
മുകളിലും താഴെ എഴുതിയാൽ പോരെ? ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഒരു 22 കാണുവാണെങ്കിൽ 11 × 2 ആണ് 22. ഇതിന്റെ ഇരട്ടി എടുക്കാൻ അറിയാമല്ലോ. 32ന്റെ ഇരട്ടി എന്ത് വരും? 64 വരും. 64 × 11. 64 × 11. സോ 11ന്റെ മൾട്ടിപ്ലൈ ചെയ്യാൻ 64 എഴുതുക. എഗെയിൻ ഒരു 64 എഴുതുക കേട്ടോ. അതുകൊണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. സോ ഉത്തരം എന്ത് വരും? 704. ഉത്തരം എന്ത് വരും? 704. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. If at same rate of interest in 2 years, the simple interest is 42 and the compound interest is 45, then what is the principle? അപ്പോൾ എന്താണ്? സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, 2 വർഷത്തേക്കാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 42ഉം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 45ഉം ആണെങ്കിൽ പ്രിൻസിപ്പിൾ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് തരുവാണെങ്കിൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ബട്ട് അവിടെ എന്തറിയണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയണം. നമ്മുടെ ക്വസ്റ്റിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. സോ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻറ്റു 100/r ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻറ്റു 100/r ദ ഹോൾ സ്ക്വയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ അവിടെ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 42, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 45 ആണെങ്കിൽ ഡിയുടെ വാല്യൂ എത്ര വരും? 3 വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തരുവാണെങ്കിൽ 6 എങ്ങനെ കണ്ടുപിടിക്കാം? 2 വർഷത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ 2 വർഷത്തെ കാര്യം എടുക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, 2 വർഷത്തേക്കാണ് എടുക്കുക. 42 രൂപ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? 2 വർഷത്തേക്കുള്ളതാണ്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഈക്വലി ആണ് 2 വർഷത്തേക്കും ഇൻട്രസ്റ്റ് വരിക. സോ ടോട്ടൽ 42 ആണെങ്കിൽ ഒരു വർഷം എത്ര ആയിരിക്കും വരുന്നത്? 21 ആയിരിക്കില്ലേ വരിക? ആണോ? സോ ഇവിടെ 21 വരും, ഇവിടെ എന്ത് വരും? 21 വരും. ക്ലിയർ ആണോ? അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആയിക്കോട്ടെ, 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 42 ആണെങ്കിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വലി ആണ് പോകുന്നത്. സോ 21. ഇതേ നമ്മൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നത്? 21 42. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയപ്പോൾ എത്ര രൂപയായി? 45 ആയി. അതായത് സെക്കൻഡ് ഇയറിൽ ഒരു 3 രൂപയും കൂടെ നമുക്ക് എന്ത് കിട്ടി? എക്സ്ട്രാ കിട്ടി. ശരിയല്ലേ? 3 രൂപയും കൂടെ എന്ത് കിട്ടി? എക്സ്ട്രാ കിട്ടി. സോ 21 42, 42 3 45. ഓക്കെ ആണോ? അപ്പോൾ ഈ 3 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ആ റേറ്റ് വെച്ചിട്ടല്ലേ എടുക്കുന്നത്. സോ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 3 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഈ എമൗണ്ട് വെച്ചിട്ടല്ലേ നമ്മൾ പറയാം. 21ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾ റിവൈസ് ചെയ്തപ്പോൾ ഇതൊക്കെ പഠിച്ചു കാണും. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ആ റേറ്റ് കണ്ടുപിടിക്കാൻ എക്സ്ട്രാ ഒരു 3 രൂപ, സെക്കൻഡ് ഇയറിൽ എക്സ്ട്രാ 3 രൂപ. ആ 3 എങ്ങനെയാണ് കിട്ടുന്നത്? 21 ആണെങ്കിൽ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? ഇപ്പോൾ 21 ആണെങ്കിൽ 21ന്റെ ഒരു 5% അതായിരിക്കും ഇവിടെ വരുന്ന ഉത്തരം. സോ അത് നമുക്ക് 3 ആണ് വന്നത്. തിരിച്ച് കണ്ടുപിടിക്കണം. 3 രൂപ എന്ന് പറയുന്നത് 21ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 3 7 വരും അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻ വരും 100/7 എന്ന് വരും. തൽക്കാലം അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഓക്കെ ആണോ? അതെടുത്ത് മറ്റേ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കേ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് എത്രയാണ്? 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 × 100 വരും അല്ലേ? 100 സ്ക്വയർ ആണ്. 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 എത്രയാണ്? 100/7. സോ 100 × 100 മുകളിൽ എന്ത് വരും? 7 × 7 വരും. ഈ 2 100 പോകുമല്ലോ. 7 49, 49 × 3 എന്ന് വരും അല്ലേ? അപ്പോൾ 9 × 3 27. 7 യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഒരു നമ്പറേ ഉള്ളൂ, ദാറ്റ് ഇസ് 147. എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി നേരം വെളുപ്പിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? ആ യൂണിറ്റ് ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് എന്ത് ചെയ്താൽ മതി? ഓപ്ഷനിൽ നിന്ന് പോയാൽ മതി. ഓക്കെ, സെറ്റാണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇത് ഡയറക്റ്റ് റേറ്റ് തരുവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റേറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എടുത്തിട്ട് അതിൽ നിന്ന് റേറ്റിലേക്ക് പോയത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. എ ബസ് ക്യാൻ ട്രാവൽ 20% faster than a scooter. Both start from point P at the same time and reach point Q.
16 kilometer away from point P at the same time. On the way, however, the bus lost about 10 minutes while stopping at bus stations, while the scooter did not stop anywhere. What is the speed of the bus? എന്താണ് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, STD. അതിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്കൂട്ടറിന്റെ സ്പീഡിനേക്കാൾ 20% കൂടുതലാണ്. ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്കൂട്ടറിനെ കാട്ടി സ്പീഡ് എന്താണ് 20% കൂടുതലാണ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരേ സ്ഥലത്ത് തന്നെ എത്തുന്നു. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യൂയിൽ എത്തുന്നു. 60 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ദെൻ ഈ പോകുന്ന വഴിയിൽ ബസ്സിന് എന്ത് ചെയ്യണം, ആളെ എടുക്കണം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു 10 മിനിറ്റ് ബസ്സിന് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നുണ്ട്. കാറെങ്ങും നിർത്തുന്നില്ല. രണ്ടുപേരും എന്ത് ചെയ്യുന്നു, യഥാക്രമം സ്ഥലത്തെത്തി. അങ്ങനെയാണെങ്കിൽ ബസ്സിന്റെ സ്പീഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പൊ ബസ്സിന്റെ സ്പീഡും സ്കൂട്ടറിന്റെ സ്പീഡും അല്ലേ. ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 20% ഫാസ്റ്റർ ദാൻ സ്കൂട്ടർ എന്ന് പറയുന്നു. 20% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ എത്ര ആടാ, 1/5 അല്ലേ. ആണോ, 1/5 അല്ലേ. സോ സ്കൂട്ടറിന്റെ 5 ആണെങ്കിൽ ബസ്സിന്റെ സ്പീഡ് എന്തായിരിക്കും, 6. ഓക്കെ അല്ലേ. സ്കൂട്ടറിന്റെ സ്പീഡ് 5 ആണെങ്കിൽ ബസ്സിന്റെ സ്പീഡ് 5ന്റെ 1 കൂട്ടി 6 ആയിരിക്കും. ഇതെന്താണ്, സ്പീഡിന്റെ റേഷ്യോ ആണ്. അതെന്താണ്, സ്പീഡിന്റെ റേഷ്യോ ആണ്. നമുക്ക് എന്താ വേണ്ടേ, ടൈം നോക്കിക്കേ. സ്പീഡിന്റെ സെയിം ഡിസ്റ്റൻസ് ആണ്, 60 കിലോമീറ്റർ ആണ് രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡിന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, ടൈമിന്റെ റേഷ്യോ. സോ 6:5 ആണെങ്കിൽ ടൈം എന്ത് വരും, 5:6 എന്ന് വരും. ഓക്കെ ആണോ. അതായത് ബസ് 5 മിനിറ്റ് എടുത്തെങ്കിൽ സ്കൂട്ടർ 6 മിനിറ്റ് എടുത്ത് കാണും. ഓക്കെ, ദെൻ കാരണം ബസ്സിന്റെ സ്പീഡ് കൂടുതലാണ്, സോ അത് എടുക്കുന്ന ടൈം എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി നമ്മളോട് പറയുന്നത് നമുക്ക് വേണ്ടത് ബസ്സിന്റെ സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസും വേണം, ബസ് എടുത്ത ടൈമും വേണം. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, 60 കിലോമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം, ബസ്സിന്റെ സ്പീഡ് വേണം. ബസ്സിന്റെ സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ നോക്കിക്കേ. ഓൺ ദ വേ ഹൗവർ ദ ബസ് ലോസ്റ്റ് 10 മിനിറ്റ് വൈൽ സ്റ്റോപ്പിംഗ് അറ്റ് ബസ് സ്റ്റേഷൻ. അതിനൊരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിനെ അപേക്ഷിച്ച് ബസ് എടുക്കുന്ന സമയം ഒരു 10 മിനിറ്റ് നഷ്ടമാണ്. ഒരു 10 മിനിറ്റ് അതിന് എന്ത് ചെയ്യുന്നു, ലോസ് ആകുന്നു. ആളെ നിർത്തിയല്ലേ എടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് അതിന് എന്ത് ചെയ്യുന്നു, ലോസ് ആകുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത് 5 മിനിറ്റ് എടുക്കുന്നു, ഇത് 6 മിനിറ്റ് എടുക്കുന്നു. അതായത് ആ 10 മിനിറ്റ് ലോസ് ആകുന്ന ടൈം കാർ എക്സ്ട്രാ എടുക്കുന്നുണ്ടല്ലോ, എടുക്കുന്നില്ലേ. അതായത് ബസ്സിന് 10 മിനിറ്റ് നഷ്ടമാകുന്നു, നിർത്തി പോവുക. ഇപ്പൊ ടോട്ടൽ ഇപ്പോൾ ഒരു എന്താ പറയാ, ടോട്ടൽ ഇപ്പോൾ ബസ് ഒരു 50 മിനിറ്റ് എടുത്തു എന്ന് വെച്ചോ. ഓക്കെ, ആ എടുക്കുന്ന ടൈമിൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ, ശരിക്കും സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ടൈമാണ് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ 10 മിനിറ്റ് ആരെടുക്കുന്നുണ്ട്, എക്സ്ട്രാ കാർ എടുക്കുന്നുണ്ടല്ലോ. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 5ഉം 6ഉം, ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ബസ് നിർത്തിയ 10 മിനിറ്റ് ആണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ബസ് നിർത്തിയിട്ടുന്ന 10 മിനിറ്റ് എക്സ്ട്രാ ആരെടുക്കുന്നുണ്ട്, കാറുകാരൻ എടുക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് അയാൾ എക്സ്ട്രാ എടുക്കുന്നില്ലേ. ഇയാൾ നിർത്തിയിട്ടിരിക്കുന്ന ടൈം അയാൾ ഓടുവല്ലേ. അപ്പൊ അവർക്കിടയിലുള്ള ടൈം ഡിഫറൻസ് എത്ര വരുന്നത്, 10 മിനിറ്റ്. സോ 5ഉം 6ഉം ഡിഫറൻസ് എന്താണ്, 1 യൂണിറ്റ്. 1 എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 5 എന്തായിരിക്കും, 50 മിനിറ്റ് ആയിരിക്കും. ആണല്ലോ. ഓക്കെ ആണോ. 5 എന്തായിരിക്കും, 50 മിനിറ്റ്. 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാ, 50/60, 5/6 അവർ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ 5/6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 360/5. 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടൂടാ, 72. ഓപ്ഷൻ നമ്പർ ഡി, 72 km/h ആണ് കിട്ടുന്നത്. മനസ്സിലായോ. ഇവിടെ വേറെ ഹിന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. സ്പീഡിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ടൈമിന്റെ റേഷ്യോ എടുക്കും. ടൈമിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ ടൈം അവർ സ്കിപ്പ് ചെയ്യുന്ന ടൈം പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ടൈമും കൂടെ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺവേർട്ട് 150 ഡിഗ്രി ടു റേഡിയൻ. 150 ഡിഗ്രി എന്ത് ചെയ്യണം, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 150 റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ, റേഡിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, പൈ ഉണ്ട്. സോ 150 ഇൻറ്റു π/180 ആണ്. ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് പോയി. 5 ഇവിടെ എന്ത് വരും, 6. സോ 5π/6 ആയിരിക്കും നമുക്ക്
ഉത്തരം വരുന്നത് ഓപ്ഷൻ നമ്പർ ബി. തിരിച്ച് റേഡിയനിലെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു 180/π ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, തിരിഞ്ഞു പോവല്ലേ. അത് റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ പൈ ഉള്ളതാണ്. അപ്പോൾ പൈ ന്യൂമറേറ്ററിൽ വരണം, ക്യാൻസൽ ചെയ്യാൻ പോകാൻ പാടില്ല. സോ പൈ മുകളിൽ വരണം. തിരിച്ച് ഡിഗ്രി മെഷർമെന്റ് ആവുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പം അതെന്ത് ചെയ്യും? താഴെ വരും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. What will be the ratio of simple interest earned by a certain amount at the same rate of interest for 14 years and 18 years? ഇയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺ ബൈ സർട്ടൻ എമൗണ്ട് ആണ്, സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഒരേ റേറ്റ് ആണ്, ഒരേ എമൗണ്ട് ആണ്. ദെൻ എന്ത് മാത്രമേ മാറുന്നുള്ളൂ? നമ്മുടെ ഇയർ മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്താ? PNR/100 അല്ലേ? ആണോ? ഡിവൈഡഡ് ബൈ വീണ്ടും എന്താണ്? PNR/100 എന്നല്ലേ? അപ്പോൾ ഒരുപോലത്തെ പിയും ആറും 100ഉം എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എന്ത് മാത്രം കിട്ടും? N1/N2 റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഇയറിന്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇയർ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 7/9 വരും. ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ ആണോ? 7/9 വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. What proportion of water should be added to milk costing ₹27 per liter so that selling the mixture at ₹27 per liter result in a 35% profit? എന്താണ്? What proportion of water, എത്ര വാട്ടർ ആഡ് ചെയ്യണം? എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്? മിൽക്കിലേക്കാണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെയാ? കോസ്റ്റിംഗ് ₹27 per liter. 1 ലിറ്ററിന് 27 രൂപയാണ്. ആ മിക്സ്ചർ വിൽക്കുന്നത്, മിക്സ്ചറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 27 ആണ്. അങ്ങനെ വിൽക്കുമ്പോൾ 35% എന്തുണ്ട്? പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇതെന്ത് വെച്ച് നമ്മൾ ചെയ്യുന്നത്? അലിഗേഷൻ. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അലിഗേഷൻ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ. റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ വാട്ടറും മിൽക്കും ആണ് എടുക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് വാട്ടറിന്റെ മിൽക്കിന്റെ കോസ്റ്റിംഗ് പ്രൈസ് ഉണ്ട്. ആ മിക്സ്ചറിന്റെ എന്ത് വേണം? കോസ്റ്റ് പ്രൈസ് വേണം. മിക്സ്ചർ 35% ലാഭത്തിനാണ് വിൽക്കുന്നത് അല്ലേ? അതായത് 35% ലാഭം എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഒരു ഐറ്റം ആണെങ്കിൽ 135 രൂപയ്ക്ക് എന്ത് ചെയ്യും? വിൽക്കുന്നു. 135 രൂപയ്ക്ക് വിൽക്കും എന്ന് പറഞ്ഞാൽ 135 ആണ് എന്ത്? 27. ഓക്കെ, 135 ആണ് 27. 135 27 ആണെങ്കിൽ 100 വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? 27 × 100 ഡിവൈഡഡ് ബൈ 135. ഇപ്പൊ 27 × 5 അല്ലേ? എത്രയാ? 135. 100ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 20. ഓക്കെ ആണോ? അപ്പൊ 20 ആണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. എന്തിന്റെ? മിക്സ്ചറിന്റെ. സോ നമുക്ക് അലിഗേറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്? വാട്ടറും മിൽക്കും എടുക്കുക. ഓക്കെ, അപ്പൊ വാട്ടർ എന്താണ്? 0 ആണ്. വാട്ടറിന്റെ കോസ്റ്റ് പ്രൈസ് 0 ആണ്. മിൽക്ക് എന്താണ്? മിൽക്ക് 27 ആണ്. ഓക്കെ, രണ്ടും കൂടെ ചേർന്ന മിക്സ്ചർ എന്താണ്? 20 ആണ്. ഇങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നത്? അലിഗേഷൻ ഇങ്ങനല്ലേ ചെയ്യുന്നത്? വാട്ടറും മിൽക്കും, വാട്ടർ 0യും മിൽക്ക് എന്താണ്? 27ഉം ആണ്. സോ രണ്ടും കൂടെ ചേരുമ്പോൾ 20 കിട്ടും. അപ്പൊ 0 20 ഡിഫറൻസ് എന്താ? 20. ഇതെന്താണ്? 7. അപ്പൊ എന്ത് കിട്ടും? 7:20. ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, ഇത് നമുക്ക് ചിലപ്പോൾ ചെയ്യുന്നവർ തിരിച്ചെടുക്കും. ഇവിടെ മിൽക്ക്, ഇവിടെ വാട്ടർ എടുക്കും. അപ്പൊ നമുക്ക് 20:7 ആയിരിക്കും വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് പ്രപ്പോർഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ കേസാണ് ആദ്യം പറയുന്നത്. സോ വാട്ടറിന്റെ കേസ് തന്നെ റേഷ്യോയിൽ ആദ്യം വരണം. നിങ്ങൾക്ക് തിരിച്ചെടുക്കുമ്പോൾ, അതായത് മിൽക്കും വാട്ടറും എടുക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞാ വരുന്നത് 20:7. ചിലപ്പോൾ ഓപ്ഷനിൽ 20:7 കാണും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാൻ നിൽക്കരുത്? എഴുതാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണ്? വാട്ടർ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. സോ 7 ആയിരിക്കണം നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എ അലോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ആണ്. ടൈം ആൻഡ് വർക്ക് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എ അലോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 12 days. ബി അലോൺ 18 days. A and B agree to do the work for 7,200. With C's help, they finish the work in 5 days. How much should C paid? എന്താണ്? എക്ക് ഒരു ജോലി എത്രയാണ്? നമ്മൾ LCM വെച്ച് പെട്ടെന്ന് ചെയ്തുകൂടെ? എ 12 ദിവസം കൊണ്ട് തീർക്കും. ബി എത്ര ദിവസം കൊണ്ടാണ്? 18 ദിവസം. എയും ബിയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ആവുമ്പോൾ 5 ദിവസം. ഓക്കെ അല്ലേ? ഇത്ര എഴുതാൻ അറിയാമല്ലോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇതിനെ എന്ത് കണ്ടുപിടിക്കും? LCM. 12, 18, 5. ഇതിന്റെ LCM എന്താണ് വരുന്നത്? 12, 18, 5. LCM എന്താണ് വരിക? 12, 180 അല്ലേ?
180 180 വരും. 90 വരത്തില്ലല്ലോ, 12 വരത്തില്ല. സോ 180 ഏറ്റവും വലിയ നമ്പറിന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. 5 ആകുമ്പോൾ ഒരു 0 എന്തായാലും വേണം, അതുകൊണ്ടാണ് 180 ഞാൻ നോക്കിയത്. 180. ഓക്കെ. സോ അപ്പോൾ 12 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 180 വരുന്നത്? 12 ഇൻറ്റു 15. ഇവിടെ എന്ത് വരും? 10. ഇവിടെ എന്ത് വരും? 36. 36 ഇൻറ്റു 5 അല്ലേ 180. നോക്കിക്കേ, എയുടെ എഫിഷ്യൻസി 15, ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 10. സോ സിയുടെ എഫിഷ്യൻസി എല്ലാം കൂടി കൂട്ടുമ്പോൾ 36. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? 36 മൈനസ് 15ഉം 10ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 25. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്ര കിട്ടി? 11 എന്ന് കിട്ടും. അറിയാവുന്ന കാര്യമല്ലേ? എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോഴാണ് 36. എ 15, ബി എത്രയാണ്? 10. സോ എന്ത് കിട്ടും? 36 നിന്ന് 25 കുറയ്ക്കുവാണെങ്കിൽ 11 ആയിരിക്കും എന്ത് വരുന്നത്? സി വരുന്നത്. ഓക്കെ. സോ നമുക്ക് വേണ്ടത് ടോട്ടൽ അവർ എഗ്രി ചെയ്തത് 7200 രൂപയാണ്. സോ 36 ആണ് ടോട്ടൽ എങ്കിൽ അതിൽ 11 രൂപ ആർക്ക് കിട്ടണം? സിക്ക് കിട്ടണം. ആ എഫിഷ്യൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അവർ എന്താണ് കൊടുക്കുന്ന പൈസ. ഓക്കെ. അപ്പോൾ 36-ൽ 11 ആണെങ്കിൽ 7200-ൽ എത്ര ആയിരിക്കും? 36 ഇൻറ്റു 2 അല്ലേ? സോ 11 ഇൻറ്റു 2 2200 രൂപ. ഓപ്ഷൻ നമ്പർ എ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുമ്പോൾ ആ സ്പീഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് എക്സാമിന് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവിഷന് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുവാണ് കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. ടൈം ആൻഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ചാപ്റ്റർ മിസ്സാക്കരുത്. അത് പഠിക്കാത്തവർ ടൈം ആൻഡ് വർക്കിൻ്റെ കൂടെ പൈപ്പ് ആൻഡ് സിസ്റ്റമും വരും. അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീമും സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസും വരും. ഇതെല്ലാം ഇത്രയും ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് നോക്കണമെന്ന് ഞാൻ പറയില്ല. സിമ്പിൾ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി. നമുക്ക് ജയിക്കാൻ, അതായത് പാസ് ആവാനുള്ള മാർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു സെഷനിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഇനിയും എന്ത് ചെയ്യാം? PYQs ഇടാം കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുവാണ്. ഇനിയുള്ള ഡേയ്സ് മോക്ക് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക്